നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് പഠിക്കുകയാണ് നമ്മൾ. ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ഇതുവരെയുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് സംഗ്രഹിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും 11 കാര്യങ്ങളാണ് നാം ഓർത്തുവെക്കേണ്ടത്. ആദ്യത്തേത്, നല്ലത് മാത്രം ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ നന്മ നമ്മളെ തേടിയെത്തും. മോശമായത് ചിന്തിച്ചാൽ തിന്മ നമ്മളെ തേടിയെത്തും. നിങ്ങൾ ദിവസം മുഴുവൻ എന്താണോ വിചാരിക്കുന്നത്, നിങ്ങൾ അത് തന്നെയാകുന്നു. രണ്ടാമത്തേത്, നമ്മുടെ ഉപബോധ മനസ്സ് നമ്മോട് ഒരു തരത്തിലുള്ള വാദപ്രതിവാദവും നടത്തുന്നില്ല. നമ്മുടെ ബോധ മനസ്സ് എന്താണ് ശാസനാരൂപത്തിൽ പറയുന്നത്, അതിനെ മാത്രമാണ് ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നത്. നിങ്ങളെ കൊണ്ടൊരു കാര്യം നടത്താൻ സാധിക്കില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ സത്യമാക്കി തരാൻ പ്രവർത്തിക്കും. നിങ്ങളെ കൊണ്ട് ഒരു കാര്യത്തെ നടത്താൻ സാധിക്കും എന്ന് നിങ്ങൾ ഉപബോധ മനസ്സിനോട് പറയുകയാണെങ്കിൽ, ആ ഒരു കാര്യത്തെ സത്യമാക്കി തരാനും നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കും. സംശയത്തിന് ഇടം നൽകാതെ ഞാനത് വാങ്ങിയിരിക്കും, എന്റെ മനസ്സിൽ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഉപബോധ മനസ്സിലേക്ക് ആജ്ഞ നൽകുക, ബോധ മനസ്സുകൊണ്ട് തന്നെ. മൂന്നാമത്തെ കാര്യം, തിരഞ്ഞെടുക്കുവാനുള്ള ശക്തി നമുക്കുണ്ട് എന്നതാണ്. എന്താണ് നമുക്ക് വേണ്ടത് എന്ന് നാം തിരഞ്ഞെടുക്കുക. ആരോഗ്യത്തെയും സന്തോഷത്തെയുമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാവരോടും സ്നേഹമുള്ളവനായിരിക്കണമോ അല്ലെങ്കിൽ സ്നേഹമില്ലാത്തവനായിരിക്കണമോ എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സഹജീവികളോട് സഹകരിക്കാനും സന്തോഷമുള്ളവനായിരിക്കാനും സ്നേഹശീലനായി കഴിയാനും തിരഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്താൽ ലോകം മുഴുവൻ അതിന് അനുകൂലമായി പ്രതികരിക്കും. ആശ്ചര്യകരമായ ഒരു വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുവാൻ ഏറ്റവും നല്ല മാർഗം ഇതാണ്. നാലാമത്തെ കാര്യം, നമ്മുടെ ബോധ മനസ്സ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള ആശയങ്ങൾ ഉപബോധ മനസ്സിലേക്ക് കടക്കണം എന്ന് തീരുമാനമെടുക്കുന്നത് നമ്മുടെ ബോധ മനസ്സാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ തെറ്റായ ആശയങ്ങൾ പതിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ബോധ മനസ്സിന്റെ ജോലി. നന്മ ഉണ്ടാകുമെന്ന് മാത്രം വിശ്വസിക്കുക. നന്മ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തെ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. സന്തോഷത്തെയും ബുദ്ധിയെയും തിരഞ്ഞെടുക്കുക. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ളവരുടെ യാതൊരു നിർദ്ദേശങ്ങൾക്കോ പ്രസ്താവനകൾക്കോ നമ്മളെ മുറിപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ തന്നെ സ്വന്തം ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള പ്രസ്താവനകളെയും അവരുടെ നിർദ്ദേശങ്ങളെയും നിരാകരിക്കാനും അതിൽ നിന്നും നല്ലതിനെ മാത്രം സ്വീകരിക്കാനും തിരഞ്ഞെടുക്കുക. എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ശക്തി നമുക്കാണുള്ളത്. ആറാമത്തെ കാര്യം, നാം എന്തു പറയുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ തോൽക്കും, എന്റെ ജോലി നഷ്ടമാകും, എനിക്കതിന് സാധിക്കില്ല എന്നൊരിക്കലും പറയരുത്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് തമാശയെ സ്വീകരിക്കാനുള്ള കഴിവൊന്നുമില്ല. അത് എല്ലാം കടന്നു പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് തമാശയായിക്കൊള്ളട്ടെ, കാര്യമായിക്കൊള്ളട്ടെ. വേർതിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ബോധ മനസ്സിന് മാത്രമേ ഉള്ളൂ. ഏഴാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് ചീത്തയല്ല എന്ന് മനസ്സിലാക്കലാണ്. പ്രകൃതിയുടെ ഒരു തരത്തിലുള്ള ശക്തിയും ചീത്തതായിട്ടുള്ളതല്ല. പ്രകൃതി ശക്തികളെ നാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഏതു ഭാഗത്തുമുള്ള ജനങ്ങളെ അനുഗ്രഹിക്കുവാനും അവരുടെ രോഗത്തെ ഭേദപ്പെടുത്തുവാനൊക്കെ പ്രചോദനം നൽകുവാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിനെ സദാ തയ്യാറാക്കി വെക്കുക. എട്ടാമത്തെ കാര്യം, ഉപബോധ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്റെ ഉപബോധ മനസ്സിന്റെ ശക്തിയിലൂടെ എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് സദാ നൽകിക്കൊണ്ടേയിരിക്കുക. ഒമ്പതാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെയോ നിങ്ങളുടെ അറിവില്ലായ്മയെയോ നിങ്ങളെ ഭരിക്കാൻ സമ്മതിക്കരുത്. നിത്യമായ പൂർണ്ണമായ സത്യങ്ങളുടെയും ജീവിതത്തിലെ തത്വങ്ങളുടെയും നിലപാടിലാണ് നാം ചിന്തിക്കേണ്ടത്. ആ നിലപാടിൽ നിന്ന് വേണം നമ്മുടെ ഓരോ ചിന്തയും ഉണ്ടാകേണ്ടത്. അല്ലാതെ അറിവില്ലായ്മയോ ഭയമോ നമ്മെ ഭരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ്, അത് തേടി മാത്രം പോവുക, അതിൽ മാത്രം ഉറച്ചു നിൽക്കുക. ലോകത്തിലെ ഏതെങ്കിലും ഒരുവന് സാധിച്ചിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് വിചാരിക്കരുത്. പ്രപഞ്ച ശക്തിയുടെ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വന്തം ചിന്തകളെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക, നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. പത്താമത്തെ കാര്യം, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ, നിങ്ങളുടെ ആത്മാവിന്റെ ക്യാപ്റ്റൻ, നിങ്ങളുടെ ആത്മാവിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ക്യാപ്റ്റൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വിധിയുടെ യജമാനൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവുണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ തിരഞ്ഞെടുക്കലുകളെ അനുസൃതമാക്കിയാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വിധികളെ ഒരുക്കി തരുന്നത്. ജീവിതത്തിന്റെ സമാധാനത്തെയും സന്തോഷത്തെയും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും ഒക്കെ തിരഞ്ഞെടുക്കുക. കഴിവില്ലായ്മയെയും ഞെരുക്കത്തെയും തിരഞ്ഞെടുക്കാതിരിക്കുക.
ഞെരുക്കം എന്നേക്കുമുള്ളതാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുക. 11ാമത്തെയും അവസാനത്തെയും കാര്യം ഇതാണ്. നിങ്ങളുടെ ബോധമനസ്സുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങൾ ഊഹിക്കുന്നതുമായ കാര്യങ്ങളെ, ആ സത്യങ്ങളെ നിങ്ങളുടെ ഉപബോധ മനസ്സ് അംഗീകരിക്കുകയും ഉപബോധ മനസ്സിലൂടെ കടന്നു പോകുവാനായി അതിനെ അനുവദിക്കുകയും ചെയ്യും. നല്ല രീതിയിലുള്ള ഭാഗ്യമുണ്ടാകുവാനും ദിവ്യമായ മാർഗനിർദ്ദേശത്തിനും ശരിയായ പ്രവൃത്തിക്കും ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടിയുള്ള കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതോടുകൂടെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്ലേലിസ്റ്റ് നാം പൂർണ്ണമാക്കി. അടുത്ത എപ്പിസോഡുകളിൽ ഉപബോധ മനസ്സിന്റെ അപാരമായ പ്രവർത്തന ശക്തിയെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും മറിച്ചുള്ളവർ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക്